ടി.വി.കെ നേതാവ് വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ച പോലീസ്. നിലവിൽ വിജയ് ചെന്നൈയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ അംഗം അരുണ ദേവി പ്രദേശവാസികളിൽ നിന്ന് മൊഴിയെടുത്തു. ജനക്കൂട്ടം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണ് അപകട കാരണമായത് എന്ന് പ്രദേശവാസികളുടെ മൊഴി. പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അരുണ ദേവി പറഞ്ഞു. ഗോകുൽ വി എസ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചു എന്ന് പറയുമ്പോൾ വിജയ് ഉള്ള സ്ഥലത്താണ് എല്ലാവരും കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുക. അതുതന്നെയായിരിക്കും ഉണ്ടായത്. ആ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, വിജയ്ക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശന അനുമതി നിഷേധിച്ചത് എന്ത് കാരണം പറഞ്ഞാണ്? സ്വാഭാവികമായും സുരക്ഷാ കാരണങ്ങൾ, അതോടൊപ്പം തന്നെ വിജയ് വരികയാണെങ്കിൽ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അനുമതി, ഇവിടേക്ക് ഇപ്പോൾ വിജയ് വരേണ്ട എന്നുള്ള അനുമതി പോലീസ് നിഷേധിച്ചത്. നമുക്ക് ഈ പ്രദേശത്തേക്ക് കാണാം. ഈ പ്രദേശം ഇപ്പോഴും അത് സീൽ ചെയ്ത് മാറ്റിയ നിലയിലാണ്. ഇവിടേക്ക് ആളുകൾ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴിയിൽ ഈ പ്രദേശവാസികളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്. അതിൽ ഒരു പ്രധാന കാരണം, വിജയ് ഈ പാതയിലൂടെ ഒരു റോഡ് ഷോ പോലെ വരുമ്പോൾ അവിടെയൊന്നും, ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും രീതിയിൽ കാരവാന്റെ മുകളിലേക്ക് എത്താനോ അതിനുശേഷം ജനങ്ങളെ കൈ കാണിക്കാനോ ഒന്നും തന്നെ വിജയ് ശ്രമിച്ചില്ല. അങ്ങനെ ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ആളുകളെങ്കിലും അത് കണ്ട്, നടനെ കണ്ട് തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഈ പ്രദേശത്ത് എത്തിയപ്പോൾ മാത്രമാണ് വിജയ് കാരവാന്റെ മുകളിലേക്ക് വരികയും കൈ കാണിക്കുകയും ആളുകളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കൂട്ടം, ഈ റോട്ടിൽ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ്. ഈ 4 വരിപ്പാതയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഈ ഒരു പ്രദേശത്തേക്ക്, ഈ ഒരു 100 മീറ്ററിലേക്ക് ചുരുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മരത്തിന് മുകളിലുള്ളവർ ആ മരക്കൊമ്പൊടിഞ്ഞ് വീണു. ആ തകരഷീറ്റിന് മുകളിൽ, ആ ഓലയുടെയൊക്കെ മുകളിൽ ആളുകൾ കയറി നിന്നിരുന്നു. അതൊക്കെ തന്നെ ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈദ്യുതി ബന്ധം ഇടയ്ക്ക് വിച്ഛേദിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ അനിയന്ത്രിതമായ തിരക്ക് ഈ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഈ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ആ കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റൊരു വിശദമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രം ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. ഈ പ്രദേശം പോലീസ് സുരക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പോലീസ് കാവലിൽ തന്നെയാണുള്ളത്. ഇനി മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും വിജയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് വരാനുള്ള അനുമതിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, വിജയ് വന്നാൽ ആൾ കൂടും, ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നമുണ്ടാകാം, ആളുകൾ ഒരുപക്ഷെ മോശമായി വിജയോട് പെരുമാറുന്ന സാഹചര്യമോ വൈകാരികമായുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലീസിനെ അത് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു പ്രദേശത്തേക്കോ ഇതിൻ്റെ ഇരകളായവരെയൊക്കെ വിജയ് കാണുമ്പോഴുള്ള മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൽ ചിലപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ അനുമതി പോലീസ് നിഷേധിക്കുന്നത്. ശരി, ഗൂഗിൾ വി എസ് ആണ് വിശദ വിവരങ്ങൾ നൽകിയത്.